രാജ്യത്തെ ജൈവ ഇന്ധന മേഖലയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തിയ ഇന്ത്യ ഇപ്പോൾ എഥനോൾ ഉൽപാദനത്തിൽ പുതിയ നാഴികക്കല്ലുകൾ പിന്നിടുകയാണ്. ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഒതുങ്ങാതെ ഭാവിയിൽ എഥനോൾ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങളിലൊന്നായി മാറാനുള്ള ശേഷിയാണ് ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. രാജ്യത്തിനുള്ളിലെ എഥനോൾ ഉൽപാദന ശേഷി ആഭ്യന്തര ഉപഭോഗത്തെക്കാൾ ഗണ്യമായി ഉയർന്ന സാഹചര്യത്തിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ സജീവമായി ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഏകദേശം 700 കോടി ലിറ്ററിലധികം അധിക ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളത്. ഇതോടൊപ്പം പുതിയ ഡിസ്റ്റിലറികൾ സ്ഥാപിക്കുന്നതും നിലവിലുള്ള യൂണിറ്റുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായ പദ്ധതികളും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. തുടക്കഘട്ടത്തിൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എഥനോൾ കയറ്റുമതി നടത്താനുള്ള സാധ്യതകളാണ് ഇന്ത്യ പ്രധാനമായും പരിശോധിക്കുന്നത്. പെട്രോളിൽ 20% എഥനോളും 80% പെട്രോളും കലർത്തുന്ന E20 ഇന്ധന മിശ്രിത പദ്ധതി രാജ്യവ്യാപകമായി നടപ്പാക്കുകയെന്ന ലക്ഷ്യം ഇന്ത്യ പ്രതീക്ഷിച്ചതിലും 5 വർഷം മുൻപ് തന്നെ കൈവരിച്ചത് ഈ മേഖലയിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നാണ്. ആദ്യം 2030ഓടെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാനായിരുന്നു കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ ശക്തമായ നയപിന്തുണയും സ്വകാര്യ നിക്ഷേപവും വ്യവസായ മേഖലയിലെ വേഗത്തിലുള്ള വികസനവും കാരണം നിശ്ചിത സമയത്തിന് ഏറെ മുൻപ് രാജ്യം ഈ ലക്ഷ്യം സ്വന്തമാക്കി. ഈ നേട്ടത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ സമഗ്രമായ നയങ്ങളാണ് പ്രധാന ഘടകം. പുതിയ ഡിസ്റ്റിലറികൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവ വികസിപ്പിക്കുന്നതിനുമായി സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ അനുവദിച്ചു. ബാങ്കുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ധനസഹായം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ദീർഘകാല വാങ്ങൽ കരാറുകൾ ഒപ്പുവെച്ചതോടെ നിക്ഷേപകർക്ക് വിപണിയിലെ അനിശ്ചിതത്വം കുറഞ്ഞു. ഇതോടെ ആയിരക്കണക്കിന് കോടി രൂപയുടെ പുതിയ നിക്ഷേപങ്ങളാണ് എഥനോൾ നിർമ്മാണ മേഖലയിലേക്ക് ഒഴുകിയെത്തിയത്. കരിമ്പ്, ധാന്യങ്ങൾ, ചോളം, അരി തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളെ അടിസ്ഥാനമാക്കി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്യാധുനിക ഡിസ്റ്റിലറികൾ പ്രവർത്തനം ആരംഭിക്കുകയും നിരവധി പുതിയ പദ്ധതികൾ നിർമ്മാണ ഘട്ടത്തിലുമാണ്. ഈ വൻ നിക്ഷേപങ്ങളുടെ ഫലമായി രാജ്യത്തിന്റെ ഉൽപാദന ശേഷി അതിവേഗത്തിൽ ഉയർന്നു. കെയറെറ്റ് റേറ്റിംഗ്സ് 2026 മെയ് മാസത്തിൽ പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ വാർഷിക എഥനോൾ ഉൽപാദന ശേഷി നിലവിൽ 20 ബില്യൺ ലിറ്റർ പിന്നിട്ടിരിക്കുകയാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പുതിയ പദ്ധതികൾ കൂടി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ 4 ബില്യൺ ലിറ്ററിന്റെ അധിക ശേഷി കൂടി ലഭിക്കും. ഇതോടെ രാജ്യത്തിന്റെ ആകെ വാർഷിക ഉൽപാദന ശേഷി ഏകദേശം 24 ബില്യൺ ലിറ്ററിലേക്ക് ഉയരുമെന്നാണ് കരുതുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ എഥനോൾ ഉൽപാദകരിൽ ഇന്ത്യയെ മുൻനിരയിലെത്തിക്കാൻ ഈ വളർച്ചയ്ക്ക് സാധിക്കും. ഇന്ത്യയുടെ E20 പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുന്നതിന് പ്രതിവർഷം ഏകദേശം 11 ബില്യൺ ലിറ്റർ എഥനോളാണ് ഇന്ധന മേഖലയ്ക്ക് ആവശ്യമായി വരുന്നത്. ഇതിനു പുറമെ മദ്യനിർമ്മാണ കമ്പനികൾ, ഔഷധ നിർമ്മാണ വ്യവസായം, രാസവസ്തു നിർമ്മാണ കമ്പനികൾ, സുഗന്ധവ്യഞ്ജന സൗന്ദര്യവർദ്ധക ഉൽപ്പന്ന നിർമ്മാതാക്കൾ തുടങ്ങി വിവിധ വ്യവസായ മേഖലകൾ കൂടി പ്രതിവർഷം ഏകദേശം 3 മുതൽ 3.5 ബില്യൺ ലിറ്റർ വരെ എഥനോൾ ഉപയോഗിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷവും കോടിക്കണക്കിന് ലിറ്റർ എഥനോൾ രാജ്യത്ത് ലഭ്യമായി തുടരുമെന്നതാണ് നിലവിലെ സാഹചര്യം. ഈ അധിക ഉൽപാദനമാണ് ഇന്ത്യയെ കയറ്റുമതി സാധ്യതകളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ ബംഗ്ലാദേശ്, നേപ്പാൾ, ഇന്തോനേഷ്യ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും ഏഷ്യൻ വിപണികളെയും ലക്ഷ്യമിട്ടാണ് കയറ്റുമതി ആസൂത്രണം ചെയ്യുന്നത്. ഈ രാജ്യങ്ങൾ പെട്രോളിൽ എഥനോൾ കലർത്തുന്ന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ആവശ്യത്തിന് ആഭ്യന്തര ഉൽപാദന ശേഷി അവിടങ്ങളിലില്ല. അതിനാൽ സ്ഥിരതയാർന്ന വിതരണത്തിനായി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട സാഹചര്യമാണുള്ളത്. ഈ വിപണി വിടവാണ് ഇന്ത്യ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുന്നത്. വിപുലമായ ഡിസ്റ്റിലറി ശൃംഖലയും മതിയായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും ആധുനിക ഉൽപാദന സംവിധാനങ്ങളും ഉള്ളതിനാൽ ആഗോള വിപണിയിലെ ആവശ്യകത വർദ്ധിച്ചാലും അതിനനുസരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിയും. ലോക വിപണിയിലെ ആവശ്യകതയേക്കാൾ വേഗത്തിലാണ് രാജ്യത്തിന്റെ എഥനോൾ ഉൽപാദന ശേഷി വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ആഭ്യന്തര ആവശ്യങ്ങൾക്കൊപ്പം വിദേശ ആവശ്യങ്ങളും ഒരേ സമയം നിറവേറ്റാൻ കഴിയുന്ന ശേഷി ഇന്ത്യക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. എഥനോൾ കയറ്റുമതി വ്യാപകമാകുന്നതോടെ രാജ്യത്തിന്റെ വിദേശ നാണ്യ വരുമാനം വർദ്ധിക്കുമെന്നത് പ്രധാന നേട്ടമാണ്. ഇതോടൊപ്പം ഡിസ്റ്റിലറി മേഖലയിലെ നിക്ഷേപങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. കരിമ്പ് കർഷകർ, ധാന്യ കർഷകർ, കാർഷിക ഉൽപ്പന്ന വിതരണക്കാർ എന്നിവർക്ക് സ്ഥിരമായി വിപണി ലഭിക്കുന്നതിനാൽ അവരുടെ വരുമാനവും മെച്ചപ്പെടും. കാർഷിക മേഖലയുടെയും വ്യവസായ മേഖലയുടെയും വളർച്ച ഒരേ സമയം ശക്തിപ്പെടുത്തുന്ന ഒരു സാമ്പത്തിക ശൃംഖലയായി എഥനോൾ വ്യവസായം മാറാൻ ഇതിലൂടെ സാധിക്കും. ഇന്ധന ഇറക്കുമതിയിലുള്ള ആശ്രിതത്വം കുറയുന്നതിലും എഥനോൾ നിർണായക പങ്ക് വഹിക്കുന്നു. പെട്രോളിൽ കൂടുതൽ എഥനോൾ കലർത്തുന്നതിലൂടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കാനും വിദേശ നാണ്യ ചെലവ് ലാഭിക്കാനും കഴിയും. അതോടൊപ്പം കാർബൺ പുറന്തള്ളൽ കുറയുന്നതിനാൽ പരിസ്ഥിതി സംരക്ഷണ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കും. ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുകയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൂടുതൽ വേഗത്തിൽ കൈവരിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ആഭ്യന്തര ആവശ്യങ്ങൾക്കപ്പുറം കയറ്റുമതി ലക്ഷ്യമിട്ട് മുന്നേറുന്ന ഇന്ത്യയുടെ എഥനോൾ മേഖല വരും വർഷങ്ങളിൽ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും ഊർജ്ജ സുരക്ഷയ്ക്കും ഒരേപോലെ കരുത്തേകുന്ന പ്രധാന മേഖലയായി മാറുമെന്നാണ് വിലയിരുത്തൽ.
അധിക ഉൽപാദന ശേഷിയെ സാമ്പത്തിക അവസരമാക്കി മാറ്റാൻ ഇന്ത്യക്ക് കഴിഞ്ഞാൽ ആഗോള എഥനോൾ വിപണിയിൽ നിർണായക സ്വാധീനമുള്ള രാജ്യമായി ഉയരാനുള്ള സാധ്യതകൾ കൂടുതൽ ശക്തമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.